നമസ്കാരം. ടീ ടൈം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദി ഇന്ത്യൻ ബിഗ്ഗസ്റ്റ് ഷോ, ബിഗ് ബോസ് ഷോയെ വെല്ലുന്ന റിയാലിറ്റി ഷോ. 50 പേർ, 50 ദിവസം നിയന്ത്രിക്കാൻ ഒരേ ഒരാൾ. സിംഹത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ ഒരു വ്യക്തി. ഈ ഷോ ലൈവില്ല. ഹോട്ട്സ്റ്റാറിലും കളേഴ്സ് ടിവിയിലും മാത്രമേ കാണാൻ സാധിക്കൂ. ഹോട്ട്സ്റ്റാറിൽ രാത്രി 9 മണിക്കും കളേഴ്സിൽ 10:30ക്കും. ഒരു ഗാർഡൻ ഏരിയയിൽ 50 പേരും നിരന്നു നിന്നു. ഇതിൽ 10 പേരാണ് ക്യാപ്റ്റന്മാർ. ഈ 10 ക്യാപ്റ്റന്മാർക്കും അവരവർക്ക് ഇഷ്ടമുള്ളവരെ അവരുടെ ഗ്രൂപ്പിലേക്ക് തിരഞ്ഞെടുക്കാം. 5 പേർ ചേരുന്ന 10 ഗ്രൂപ്പ്. ഈ ഗെയിമിൽ നിയമങ്ങളില്ല, വോട്ടിംഗ് ഇല്ല, PR വർക്കും ഇല്ല. ഗെയിമിൽ ഫിസിക്കൽ ടാസ്കും മെൻ്റൽ ടാസ്കും ഇത് രണ്ടുമാണ് മെയിൻ. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗെയിമിൽ അടുക്കളയിൽ ആർക്കും കയറി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എല്ലാവരും എത്തിക്കഴിഞ്ഞു. പക്ഷെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അതിനു മുന്നേ ഒരു ടാസ്ക്കുണ്ട്. നമുക്ക് നേരിട്ട് ആ ടാസ്കിലേക്ക് പോകാം. ഗെയിമിൻ്റെ ഭാഗമായി ചില പ്രോപ്പർട്ടീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ കുനിഞ്ഞിട്ട് ഓടേണ്ടി വരും, ചാടി ഓടേണ്ടി വരും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അറ്റ് എ ടൈമിൽ 2 ടീമാണ് ഇത് കളിക്കേണ്ടത്. ഇതിൽ ആരാണോ ഫാസ്റ്റായിട്ട് ഗെയിം പൂർത്തിയാക്കുന്നത് അവരാണ് വിജയ്. ആദ്യത്തെ ഗെയിമിൽ തന്നെ 25 പേരാണ് സെലക്ട് ആയിരിക്കുന്നത്. ബാക്കി വരുന്ന 25 പേർക്കും ഒരു മ്യൂസിക് ചെയറുണ്ട്. ആ ടാസ്കിൽ 15 പേരും വിജയിച്ചു. ബാക്കി വന്ന 10 പേരും ഡേഞ്ചർ സോണിലേക്ക് പോയി. ആ 10 പേരിൽ നിന്ന് ഒരാളാണ് ഇന്ന് പുറത്തു പോകുന്നത്. സിംഹത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ ആ വ്യക്തി വീണ്ടും രംഗപ്രവേശം ചെയ്തു. ഈ ഗെയിമിൽ ആദ്യം ജയിച്ച 25 പേരുണ്ട്. അവരുടെ ക്യാപ്റ്റൻ 5 പേരാണ്. ഈ 5 പേർ ചേർന്ന് ഈ ഗെയിമിൽ നിന്നും പുറത്താകേണ്ട വ്യക്തിയെ തീരുമാനിക്കാൻ അദ്ദേഹം പറഞ്ഞു. അതുപ്രകാരം 5 ക്യാപ്റ്റന്മാരും കൂടി തിരഞ്ഞെടുത്തത് വൻഷാജ് സിംഗ് എന്ന വ്യക്തിയെയാണ്. വൻഷാജ് സിംഗിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ ക്യാപ്റ്റന്മാർ തീരുമാനിക്കുന്നതാണ് അന്തിമ വിധി. അങ്ങനെ ആദ്യ ദിവസം വൻഷാജ് സിംഗ് പുറത്തേക്ക്. ഈ ഗെയിമിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഏറ്റവും നന്നായി കളിക്കുന്ന വ്യക്തിക്ക് 1 ലക്ഷം രൂപ പാരിതോഷികമുണ്ട്. തുടക്കത്തിലെ 1 ലക്ഷം രൂപ. അങ്ങനെ എല്ലാ ദിവസവും ഗെയിം കളിച്ച് വിജയിക്കുന്ന വ്യക്തിക്ക് പാരിതോഷികമുണ്ട്. അത് എത്രയെന്ന് അവർ തീരുമാനിക്കും. ഇന്ന് പ്രിൻസ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ആ പാരിതോഷികം കിട്ടിയിരിക്കുന്നത്. 1 ലക്ഷം രൂപയാണ് പാരിതോഷികം. ഇതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ വിജയി ആരെന്ന് ഗസ് ചെയ്ത് പ്രഖ്യാപിക്കാൻ കഴിയുന്ന കണ്ടസ്റ്റൻസിന് 50,000 രൂപ പാരിതോഷികമുണ്ട്. അത് വേറെയും. ഇനി വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് കാണുന്ന ജനങ്ങൾക്കുമുണ്ട്. ഓരോ ദിവസവും 1 ലക്ഷം രൂപ വീതം പ്രൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ പേര് കമൻറ്റ് ചെയ്യുക. അത് എത്ര പേരിടുന്നുവോ അതിലൊരാളെ നറുക്കെടുപ്പിലൂടെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. ഈ ഗെയിം എന്താണെന്നും ഈ സംഭവങ്ങൾ എന്താണെന്നും പഠിച്ചു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് പല തെറ്റുകുറ്റങ്ങളും സംഭവിക്കാം. ക്ഷമിക്കുക. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം.